ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം അഥവാ ചെങ്ങന്നൂർ ശ്രീ പാർവതി ക്ഷേത്രം. ഈ ക്ഷേത്രം തന്നെയാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്നത്. ഹൈന്ദവ ശൈവ വിശ്വാസപ്രകാരം മൃത്യുവിജയിയായ പരമശിവനും ആദിപരാശക്തിയായ ശ്രീപാർവതിയുമാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകൾ. മഹാദേവനെ കിഴക്കുഭാഗത്തേക്കും ഭഗവതിയെ പടിഞ്ഞാറ് ഭാഗത്തേക്കും അഭിമുഖമായി ഒരേ ശ്രീകോവിലിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഭഗവതിക്ക് ശിവനേക്കാൾ പ്രസിദ്ധിയുണ്ട് എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. ചെങ്ങന്നൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന വഞ്ഞിപ്പുഴ തമ്പുരാക്കന്മാരുടെ കാലത്താണ് ഇന്ന് കാണുന്ന രീതിയിൽ ക്ഷേത്ര നിർമ്മാണം നടത്തിയതെന്ന് അനുമാനിക്കുന്നു. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ കുംഭസംഭവ മന്ദിരം എന്നു പ്രതിപാദിച്ചിരിക്കുന്നത് ചെങ്ങന്നൂർ ക്ഷേത്രത്തെയാണ്. എന്നാൽ മഹാദേവനേക്കാൾ ഭഗവതിക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത്. ആദിപരാശക്തിയായ ഭഗവതി സ്വയംവര പാർവതി, മഹാകാളി, സതി തുടങ്ങിയ ഭാവങ്ങളിലൂടെ ആരാധിക്കപ്പെടുന്നു. ഇവിടുത്തെ പാർവതി ദേവിയുടെ തൃപ്പൂത്താറാട്ട് പ്രസിദ്ധമാണ്. ചെങ്ങന്നൂരമ്മ രജസ്വലയാകുന്നു എന്ന സങ്കല്പത്തിലാണിത്. തുടർന്ന് 12 ദിവസത്തെ ഭഗവതി ദർശനം സർവ്വ ഐശ്വര്യത്തിനും ആഗ്രഹ സാഫല്യത്തിനും ഉത്തമമാണ് എന്നാണ് വിശ്വാസം. ഈ സമയത്ത് ഹരിദ്ര പുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട്. ഇത്തരം ഒരു വഴിപാട് മറ്റു ക്ഷേത്രങ്ങളിൽ കാണാൻ സാധിക്കില്ല. 108 ശിവാലയങ്ങളിൽ പെടുന്നതിനാൽ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയതാണ് ഈ ക്ഷേത്രമെന്നാണ് ഐതിഹ്യം. പരാശക്തിക്ക് തുല്യ പ്രാധാന്യമുള്ളതിനാൽ 108 ദുർഗാക്ഷേത്രങ്ങളിലും ചെങ്ങന്നൂർ വരുന്നുണ്ട്. ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ശ്രീകൃഷ്ണൻ, ഗംഗാദേവി, നീലഗ്രീവൻ, സലീശൻ, ചണ്ഡികേശ്വരൻ, ഹനുമാൻ, നാഗദൈവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് കൊടിയേറി മകരമാസത്തിലെ തിരുവാതിരയ്ക്ക് അവസാനിക്കുന്ന 28 ദിവസത്തെ മഹോത്സവം മറ്റൊരു ക്ഷേത്രത്തിലും ഇന്ന് കാണാൻ കഴിയാത്തൊരു പ്രത്യേകതയാണ്. പ്രതിമാസ ഉത്രനാളിൽ ഉത്രം തൊഴിൽ, നവകാഭിഷേകം, കന്നിമാസത്തിലെ നവരാത്രി ഉത്സവം, വിദ്യാരംഭം, കുംഭമാസത്തിലെ ശിവരാത്രി, ചിത്രപൗർണമി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. ശിവപ്രധാനമായ ഞായറാഴ്ച, തിങ്കളാഴ്ച, ഭഗവതി പ്രധാനമായ ചൊവ്വ, വെള്ളി, പൗർണമി, നവരാത്രി തുടങ്ങിയ ദിവസങ്ങൾ ഈ ക്ഷേത്രത്തിൽ പ്രധാനമാണ്. ശബരിമല തീർത്ഥാടകർ സന്ദർശിക്കുന്ന ഒരു മുഖ്യ ഇടത്താവളം കൂടിയാണ് ഈ ക്ഷേത്രം. ഐതിഹ്യം. പാർവതി പരമേശ്വര വിവാഹം. നിരവധി ഐതിഹ്യകഥകളാൽ സമ്പന്നമാണ് ചെങ്ങന്നൂർ ക്ഷേത്രം. ശിവപാർവതി വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് അവയിൽ ഏറ്റവും പ്രസിദ്ധം. പാർവതി പരമേശ്വരന്മാരുടെ വിവാഹത്തിൽ ബ്രഹ്മാവ്, വിഷ്ണു, ഇന്ദ്രൻ, ലക്ഷ്മി, സരസ്വതി തുടങ്ങിയ ദേവീദേവന്മാരുടെയും മഹർഷിമാരുടെയും ഒരു നീണ്ട നിര തന്നെ പങ്കെടുത്തിരുന്നു. ഇവരുടെയെല്ലാം ഭാരം കാരണം ഭൂമി ചരിഞ്ഞു പോകുമെന്നായിരുന്നു എല്ലാവരുടെയും ഭയം. അപ്പോൾ ഭഗവാൻ ഇതിനൊരു പരിഹാരമായി അഗസ്ത്യമുനിയെ തെക്കുഭാഗത്തിരുത്തി. ഉയരം കുറഞ്ഞ ശരീരപ്രകൃതിയുള്ള അഗസ്ത്യമുനിക്ക് എങ്ങനെ ഭൂമിയുടെ ചരിവ് പരിഹരിക്കാനാകുമെന്നായി ദേവന്മാരുടെ സംശയം. എന്നാൽ തെക്കുഭാഗത്തെ ശോണാദ്രിയിൽ തപസ്സിരുന്നുകൊണ്ട് അഗസ്ത്യമുനി ഭൂമിയെ ചരിയാതെ നിലനിർത്തി. തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് മുനി ശിവപാർവതി പരിണയം കണ്ടു. വിവാഹശേഷം ഭഗവാൻ പാർവതി സമേതനായി അഗസ്ത്യമുനിയെ കാണാൻ ശോണാദ്രിയിലെത്തി. അവിടെ വെച്ച് ദേവിക്ക് ധൃതുണ്ടാവുകയും തുടർന്ന് ധൃതുശാന്തി വിവാഹം നടത്തുകയും ചെയ്തു. അങ്ങനെ അഗസ്ത്യ മഹർഷിക്ക് ശിവപാർവതി സ്വയംവരത്തിൽ പങ്കെടുക്കാത്തതിലുള്ള ദുഃഖം തീർന്നു കിട്ടി. ധൃതുശാന്തി കല്യാണം നടന്ന സ്ഥലത്താണ് ക്ഷേത്രത്തിലെ ദേവീ ചൈതന്യം പ്രസരിക്കുന്ന ശക്തിതീർത്ഥം എന്നറിയപ്പെടുന്ന തീർത്ഥക്കുളം ഉള്ളതെന്നാണ് ഐതിഹ്യം. ഈ കുളത്തിൻ്റെ അടിയിൽ ധൃതുശാന്തി കല്യാണം നടത്തിയ അഗസ്ത്യരുടെ ഹോമകുണ്ഡത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടെന്നാണ് സങ്കല്പം. ഇവിടെയാണ് മീനൂട്ട് വഴിപാട് നടത്തുന്നത്. തനിക്ക് പൂജ നടത്താൻ എന്നും കുടികൊള്ളണമെന്ന അഗസ്ത്യ മഹർഷിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ശിവപാർവതിമാർ സ്വയംഭൂവായി ചെങ്ങന്നൂരിൽ അവതരിച്ചു. ഇതാണ് ഇന്ന് ക്ഷേത്രത്തിൻ്റെ വടക്കുകിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന മൂലക്ഷേത്രമായ കുന്നത്ത് മഹാദേവ ക്ഷേത്രം. ചെങ്ങന്നൂർ ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ ഇവിടെയും ദർശനം നടത്തണമെന്നത്രേ സങ്കല്പം. ഇവിടെ ദർശനം നടത്തുന്നത് വന്ധ്യതയ്ക്കും പരിഹാരമാണെന്ന് ഭക്തരുടെ വിശ്വാസം. കുന്നത്ത് മഹാദേവൻ കുട്ടികളോടേറെ വാത്സല്യമുള്ളവനാണെന്ന് ഐതിഹ്യം. അതിനാൽ കുട്ടികളെ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത് ബാലാരിഷ്ടത മാറാൻ ഉത്തമമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി നടത്തപ്പെടുന്ന വിശേഷാൽ വഴിപാടാണ് കൊട്ടും ചിരിയും. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട മധുരപലഹാരങ്ങളും ഫലവർഗ്ഗങ്ങളും പൂജിച്ചു വിതരണം ചെയ്യുന്നു. ആ സമയത്തെ കുട്ടികൾ കൈകൊട്ടി ചിരിക്കുന്നു.
സന്താനലാഭത്തിനും കുട്ടികളുടെ രോഗദുരിത ശമനത്തിനും ആയുസ്സിനും വേണ്ടിയാണ് പ്രസിദ്ധമായ ഈ വഴിപാട് നടത്തുന്നത്. സ്വയംവരത്തിന് ശേഷം ബ്രഹ്മാദികൾ പിരിഞ്ഞു പോവുകയും സ്ഥലം കാടുപിടിച്ച് ദീർഘകാലം കിടക്കുകയും ചെയ്തു. ക്ഷേത്രോൽപ്പത്തി. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇതിനിടയിൽ പരശുരാമൻ കേരളത്തിലേക്ക് നിരവധി ബ്രാഹ്മണരെ കൊണ്ടുവരികയും അവർക്ക് താമസിക്കാൻ പാകത്തിൽ സ്ഥലം വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുകയും ചെയ്തിരുന്നു. ഈ പുരോഹിതരെ 64 ഗ്രാമക്കാരാക്കി തിരിച്ച് പരശുരാമൻ അവർക്ക് ആരാധന നടത്താൻ പാകത്തിൽ 108 ശിവാലയങ്ങളും 108 ദുർഗാലയങ്ങളും നിർമ്മിച്ചു കൊടുത്തു. ആ 64 ഗ്രാമങ്ങളിലൊന്നായിരുന്നു ചെങ്ങന്നൂർ ഗ്രാമം. ശോണാദ്രി എന്ന സംസ്കൃത പദം മലയാളത്തിൽ ചെങ്കുന്നൂർ എന്നും പിന്നീട് അത് ലോപിച്ച് ചെങ്ങന്നൂർ എന്നും മാറുകയായിരുന്നു. ആ നാട്ടിലെ പേരുകേട്ട നാടുവാഴി കുടുംബമായ വഞ്ഞിപ്പുഴ മഠത്തിലെ തമ്പുരാനായിരുന്നു ഭരണാധികാരി. ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന സ്ഥലം നായനാരുപിള്ള എന്നയാൾക്ക് തമ്പുരാൻ പാട്ടത്തിന് കൊടുത്തിരുന്നു. അവിടം കൊടും കാടായിരുന്നു. അക്കാലത്ത് ഒരു ദിവസം നായനാരുപിള്ളയുടെ വേലക്കാരിയായ ഒരു പുലയ സ്ത്രീ ആ കാട്ടിൽ പുല്ല് ചെത്താൻ ചെന്നപ്പോൾ തൻ്റെ അരിവാളിനെ മൂർച്ച കൂട്ടാനായി അവിടെ കണ്ട ഒരു കല്ലിൽ ഉരച്ചു നോക്കുകയും അതിൽ നിന്ന് രക്തപ്രവാഹം ഉണ്ടാവുകയും ചെയ്തു. ഈ സംഭവം കണ്ട് പരിഭ്രാന്തയായ അവർ വിവരം നായനാരുപിള്ള വിവരം വഞ്ഞിപ്പുഴ തമ്പുരാനെയും അറിയിച്ചു. തമ്പുരാൻ ഉടനെ ആ നാട്ടിലെ ഏതാനും ബ്രാഹ്മണർക്കൊപ്പം സ്ഥലത്തെത്തി. അവരിലൊരാൾ പ്രസിദ്ധ താന്ത്രിക കുടുംബമായ താഴമൺ മഠത്തിലെ വലിയ പോറ്റിയായിരുന്നു. സ്വയംഭൂവായ ഒരു ശിവലിംഗത്തിൽ നിന്നാണ് രക്തപ്രവാഹം ഉണ്ടാകുന്നതെന്നും രക്തപ്രവാഹം നിലയ്ക്കണമെങ്കിൽ 36 പറ നെയ്യ് കൊണ്ട് ശിവലിംഗത്തിൽ അഭിഷേകം നടത്തണമെന്നും ഇല്ലെങ്കിൽ ജ്യോതിർലിംഗം അപ്രത്യക്ഷമാകുമെന്നും പോറ്റി അറിയിച്ചതിനെ തുടർന്ന് തമ്പുരാൻ മഠത്തിൽ നിന്ന് അഭിഷേകത്തിനുള്ള നെയ്യും നിവേദ്യത്തിനുള്ള വസ്തുക്കളും കൊണ്ടുവരികയും പോറ്റി മന്ത്രതന്ത്രാദികളോടുകൂടി അഭിഷേകവും നിവേദ്യ സമർപ്പണം നടത്തുകയും ചെയ്തു. പിന്നീട് വഞ്ഞിപ്പുഴ തമ്പുരാനും താഴമൺ പോറ്റിയടക്കമുള്ള പുരോഹിതരെ ചേർന്ന് ക്ഷേത്രം പണിയാനുള്ള ആലോചന നടത്തി. ശിവനെ കൂടാതെ ശക്തി സ്വരൂപിണിയായ ശിവപാർവതിയെയും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണമെന്നും കണ്ണകിയുടെ ചൈതന്യവും പ്രദേശത്ത് കുടികൊള്ളുന്നുവെന്നും ശ്രീകോവിൽ പണിയുമ്പോൾ ശിവനും പാർവതിക്കുമായി ഗർഭഗൃഹം വീതിച്ചു കൊടുക്കണമെന്നും പോറ്റി തമ്പുരാനെ അറിയിച്ചു. ആ സമയത്താണ് പറയിപെറ്റ പന്തിരുകുലത്തിലെ അംഗമായ സാക്ഷാൽ ഉളിയന്നൂർ പെരുന്തച്ഛൻ അവിടെ എത്തിച്ചേർന്നത്. തമ്പുരാനും പോറ്റിയും പെരുന്തച്ഛനെ സാദരം സൽക്കരിച്ചിരുത്തുകയും ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും ചെയ്തു. അതനുസരിച്ച് പെരുന്തച്ഛൻ 2-3 ദിവസം അവിടെ താമസിച്ച് ശ്രീകോവിൽ, നമസ്കാര മണ്ഡപങ്ങൾ, കൂത്തമ്പലം, ഗോപുരങ്ങൾ, ഉപദേവാലയങ്ങൾ തുടങ്ങിയവയുടെ കണക്കുകൾ ചാർത്തി കൊടുക്കുകയും ഉടനെ വരാമെന്ന് പറഞ്ഞ് സ്ഥലം വിടുകയും ചെയ്തു. 3 മാസം കഴിഞ്ഞാണ് പെരുന്തച്ഛൻ ചെങ്ങന്നൂരിൽ മടങ്ങിയെത്തിയത്. അപ്പോഴേക്കും ക്ഷേത്രത്തിൽ കൂത്തമ്പലം ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും പണി കഴിപ്പിച്ചിരുന്നു. കൂത്തമ്പലത്തിൻ്റെ പണി തുടങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അണ്ഡാകൃതിയിലാണ് കൂത്തമ്പലത്തിൻ്റെ പണി നിശ്ചയിച്ചിരുന്നത്. ഇത് ചെയ്യാൻ ശില്പികൾക്കൊന്നും കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയ പെരുന്തച്ഛൻ കൂത്തമ്പലത്തിൻ്റെ നിർമ്മാണം സ്വയം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. തുടർന്ന് വളരെ കുറച്ച് ദിവസം കൊണ്ട് അദ്ദേഹം കൂത്തമ്പലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. അവിടെ പ്രതിഷ്ഠിക്കാനായി ശില കൊണ്ട് ഒരു ദേവീരൂപവും അദ്ദേഹം നിർമ്മിച്ചു. തുടർന്ന് ഒരു മംഗളമുഹൂർത്തത്തിൽ ഭഗവതിയെ ശ്രീലകത്ത് പ്രതിഷ്ഠിച്ചു. നിരവധി ഭക്തജനങ്ങൾ ചെങ്ങന്നൂരപ്പനെയും ചെങ്ങന്നൂരമ്മയെയും തൊഴുത് നിർവൃതി അടഞ്ഞു. അങ്ങനെയാണ് ചെങ്ങന്നൂർ നഗരത്തിന് തിലകുറിയായി തിളങ്ങുന്ന ഈ മഹാക്ഷേത്രം രൂപം കൊണ്ടത്. ചെങ്ങന്നൂരമ്മയും കണ്ണകിയും അരയന്മാരും. മധുര നഗരം ദഹിപ്പിച്ച കാളിയുടെ അവതാരമായ കണ്ണകി കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യേ ഇവിടെ വിശ്രമിച്ചു തപസ് അനുഷ്ഠിച്ചതായും ഐതിഹ്യമുണ്ട്. അതിനാൽ ചെങ്ങന്നൂരമ്മയെ മഹാകാളി ഭാവത്തിലും ആരാധിച്ചു വരുന്നു. ആസാമിലെ കാമാഖ്യ ക്ഷേത്രത്തിന് തുല്യമാണ് കേരളത്തിലെ ചെങ്ങന്നൂർ ക്ഷേത്രമെന്ന സങ്കല്പമുണ്ട്. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന തൃപ്പൂത്താറാട്ട് ഇതിൻ്റെ വലിയൊരു തെളിവാണ്. ആദിപരാശക്തിയായ ചെങ്ങന്നൂരമ്മ അരയരാജാവിൻ്റെ മകളാണ് എന്നും മറ്റൊരു വിശ്വാസമുണ്ട്. മഹാദേവൻ്റെ ശാപത്താൽ ശ്രീപാർവതി ഒരു മുക്കുവ കുടുംബത്തിൽ ജനിച്ചതായും മുക്കുവ യുവാവിൻ്റെ രൂപത്തിൽ വന്ന പരമശിവനെ സ്വയംവരം ചെയ്തതായും പുരാണത്തിൽ കഥയുണ്ട്. ഇന്നത്തെ കൊല്ലം ജില്ലയിൽ അറബിക്കടലിനും കായലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ആലപ്പാട് എന്ന സ്ഥലത്തെ താമസക്കാരായ അരയന്മാർ ഇങ്ങനെ അവതരിച്ച ഭഗവതിയുടെ പിന്മുറക്കാരാണെന്ന് വിശ്വസിച്ചു വരുന്നു. ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കുംഭമാസത്തിൽ ശിവരാത്രിക്ക് ആലപ്പാട്ടെ അരയ സമുദായക്കാർ നടത്തുന്ന ചടങ്ങാണ് പരിശം വെപ്പ്. അരയകുലാചാരപ്രകാരം വിവാഹ സമയത്തുള്ള ചടങ്ങാണ് പരിശം വയ്ക്കൽ. അതിനാൽ അരയ സമുദായക്കാരുടെ കുലദൈവമായും ചെങ്ങന്നൂരമ്മയെ ആരാധിക്കുന്നു. ചരിത്രം. ഐതിഹ്യപ്രകാരം
ഏറെ പഴക്കമുണ്ടെങ്കിലും ചെങ്ങന്നൂർ ശിവക്ഷേത്രത്തിന് ചരിത്രപരമായി നോക്കുമ്പോൾ പഴക്കം കുറവാണ്. ഊർവരതയുടെ പ്രതീകമായ മാതൃഭഗവതിയെ കണ്ണകി സങ്കല്പത്തെ വളരെ കാലം മുമ്പ് ഇവിടെ ആരാധന നടത്തിയിരുന്നു. പിന്നീട് വഞ്ഞിപ്പുഴ തമ്പുരാക്കന്മാരുടെ കാലത്താണ് ചെങ്ങന്നൂർ തേവരെ പ്രതിഷ്ഠിച്ച ക്ഷേത്രം നിർമ്മിക്കുന്നത്. അന്ന് പറയിപെറ്റ പന്തിരികുലത്തിലെ പെരുന്തച്ഛൻ്റെ നേതൃത്വപാടവത്തിൽ മഹാക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. പക്ഷേ ആ പഴയ ക്ഷേത്രം പിന്നീട് കത്തിനശിച്ചു പോവുകയും അതിനുശേഷം തഞ്ചാവൂരിൽ നിന്നും വരുത്തിയ പ്രഗത്ഭരുടെ നിരീക്ഷണത്തിൽ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്തു. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്താണ് ഇത് നടന്നത്. ചെങ്ങന്നൂർ മതിൽക്കാലത്തെ പണി എന്ന് മലയാളത്തിൽ വാമൊഴിയായി പറയുന്ന പഴഞ്ചൊല്ലിന് അർത്ഥമാക്കുന്ന വിധമായിരുന്നത്രേ അന്നത്തെ പുനരുദ്ധീകരണം നടന്നത്. പല അവസരങ്ങളിലും ക്ഷേത്ര നിർമ്മാണം നിന്നുപോവുകയും അതിനെ തുടർന്ന് വളരെയേറെ വർഷങ്ങൾ നീണ്ടുപോവുകയും ചെയ്തു ക്ഷേത്ര നിർമ്മാണം. അന്നു കത്തിനശിച്ച ക്ഷേത്ര സമുച്ചയങ്ങൾ മിക്കതും പുനർനിർമ്മിച്ചെങ്കിലും പെരുന്തച്ഛനുണ്ടാക്കിയ അണ്ഡാകൃതിയിലുള്ള കൂത്തമ്പലം മാത്രം നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. അതുണ്ടാക്കാൻ ആരും ശ്രമം നടത്തിയതുമില്ല. ക്ഷേത്ര പരിസരവും മതിലകവും. ചെങ്ങന്നൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് പമ്പാ നദിയുടെ പടിഞ്ഞാറക്കരയിലാണ് ഈ മഹാക്ഷേത്ര സമുച്ചയം നിലകൊള്ളുന്നത്. കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം. ശബരിമലയിൽ നിന്നൊഴുകി വരുന്ന പമ്പാ നദി ക്ഷേത്രത്തിൽ നിന്ന് 1/2 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറി ഒഴുകുന്നു. പമ്പാ നദിയിലുള്ള മിത്രപ്പുഴ കടവിലാണ് ഉത്സവാവസാനം ഭഗവാന്റെയും തൃപ്പൂത്തുകാലത്ത് ഭഗവതിയുടെയും ആറാട്ടുകൾ നടത്തുന്നത്. ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ കുന്നത്ത് മഹാദേവ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ തൊഴുതു വേണം പ്രധാന ക്ഷേത്രത്തിൽ ദർശനം നടത്താനെന്നാണ് ചിട്ട. സാമാന്യം വലിയ വട്ടശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി കുന്നത്തപ്പൻ കുടികൊള്ളുന്നു. കിഴക്ക് ഭാഗത്ത് ക്ഷേത്രത്തിനഭിമുഖമായി ഒരു ഹനുമാൻ ക്ഷേത്രവുമുണ്ട്. ഇത് താരതമ്യേന പുതിയതാണ്. ഉഗ്രമൂർത്തിയായ ശിവന്റെ കോപം തടുക്കാനാണ് ഇവിടെ ആഞ്ജനേയനെ പ്രതിഷ്ഠിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശിവന്റെ അംശാവതാരവും ശ്രീരാമസ്വാമിയുടെ നിത്യദാസരുമായ ഹനുമാനെ തൊഴുതാണ് ഭക്തർ ശിവനെ തൊഴാൻ പോകുന്നത്. ഇത് കടന്ന് അല്പം കൂടി ചെല്ലുമ്പോൾ വലിയൊരു അരയാൽമരം കാണാം. ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിന് മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ ത്രിമൂർത്തികളുടെ പ്രത്യക്ഷ സ്വരൂപമായി നിൽക്കുന്ന അരയാലിനെ രാവിലെ 7 വലം വയ്ക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ചെങ്ങന്നൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരം 300 വർഷം മുമ്പുണ്ടായ അഗ്നിബാധയിൽ നശിച്ചു പോയിട്ടുള്ളതും ഉദ്ദേശം 80 വർഷങ്ങൾക്ക് മുമ്പ് പുതുക്കി പണിതതുമാണ്. 3 നിലകളോടുകൂടിയ ഈ ഗോപുരം കേരളീയ ശൈലിയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ ക്ഷേത്ര ഗോപുരമാണ്. കേരളീയ ശൈലിക്കൊപ്പം പാശ്ചാത്യ നിർമ്മാണ ശൈലിയും സമന്വയിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയ ഈ ഗോപുരത്തിൻ്റെ 2ാമത്തെ നിലയിൽ ആധുനിക രീതിയിലുള്ള ജനലുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നത് വലിയൊരു പ്രത്യേകതയാണ്. ഇവിടെയുള്ള ആനവാതിലിൻ്റെ ഇരുവശങ്ങളുമായി വേറെയും 2 ചെറിയ വാതിലുകൾ കാണാം. ഏറ്റവും മുകളിലെ നിലയിലാണെങ്കിൽ ദാരുശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. മറ്റ് 3 ദിക്കുകളിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗോപുരങ്ങളാണ്. അവയ്ക്ക് ഈ 2 നിലകളേ ഉള്ളൂ. അവയിൽ തന്നെ പടിഞ്ഞാറെ ഗോപുരത്തിന് കൂടുതൽ ആകർഷണം കൊടുത്തിട്ടുണ്ട്. ദേവിക്കുള്ള പ്രാധാന്യം കാരണമാണ്. പണ്ട് ഇവിടെ സത്യം ചെയ്യുന്നത് അതിവിശേഷമായ ചടങ്ങായിരുന്നു. ചെങ്ങന്നൂർ പടിഞ്ഞാറെ നടയിലെ സത്യം എന്ന് കേട്ടാൽ തന്നെ ജനങ്ങൾക്ക് ഭയമായിരുന്നു. ക്ഷേത്രങ്ങൾ കോടതികളുടെ സ്വഭാവം കൂടി കൈയാളിയിരുന്ന ഒരു കാലത്ത് കുറ്റവാളികളെ ഇവിടെ കൊണ്ടുവന്ന് സത്യം ചെയ്യിക്കുന്നത് പതിവായിരുന്നു. പടിഞ്ഞാറെ ഗോപുരത്തിൻ്റെ ഒരു വശത്തുണ്ടായിരുന്ന ഒരു പൊത്തിൽ കൈയിടിച്ച ശേഷമാണ് സത്യം ചെയ്യിക്കൽ നടത്തിയിരുന്നത്. ആ പൊത്തിൽ ഉഗ്രവിഷമുള്ള ഒരു പാമ്പുണ്ടായിരുന്നു. പറയുന്നത് കള്ളസത്യമാണെങ്കിൽ പാമ്പ് കടിക്കുകയും കടിച്ചയാൾ ഗോപുരത്തിന് പുറത്തുപോയി കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഭയപ്പെടുമായിരുന്നു. പടിഞ്ഞാറെ നടയിൽ തെക്കുഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രവും ഗംഗാദേവി ക്ഷേത്രവും ജഡാവിരി എന്നു പേരുള്ള ചെറിയൊരു കുളവുമുണ്ട്. തിരുവമ്പാടി ക്ഷേത്രം എന്നാണ് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം അറിയപ്പെടുന്നത്. അത്യുഗ്രമൂർത്തിയായ തൃച്ചെങ്ങന്നൂരപ്പൻ്റെ കോപം തണുപ്പിക്കാനാണ് ഈ പ്രതിഷ്ഠയെന്നും അതല്ല ശൈവ വൈഷ്ണവ സൗഹൃദ പ്രതീകമാണെന്നും വിശ്വസിച്ചു വരുന്നു. എന്തായാലും ചെങ്ങന്നൂരപ്പനെയും ചെങ്ങന്നൂരമ്മയെയും ദർശിക്കാനെത്തുന്നവർ ഇവിടെയും ദർശനം നടത്തുന്നത് പതിവാണ്. ഗംഗാദേവിയുടെ സാന്നിധ്യം ഒരു കുളത്തിൻ്റെ രൂപത്തിലാണ്. കാലിക്കോലും ഓടക്കുഴലും ഏന്തിയ ശ്രീകൃഷ്ണ ഭഗവാനാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനം. അഷ്ടമി രോഹിണിയാണ് ഇവിടുത്തെ പ്രധാന ആണ്ടുവിശേഷം. ചെങ്ങന്നൂർ നഗരത്തിൻ്റെ പല പ്രധാന ഭാഗങ്ങളിലും സ്ഥിതി ചെയ്യുന്നതും പടിഞ്ഞാറേ നടയിൽ തന്നെയാണ്. വടക്കുഭാഗത്തെ അതിവിശാലമായ ക്ഷേത്രക്കുളം കാണാം. ശക്തികുണ്ഡ തീർത്ഥം എന്നറിയപ്പെടുന്ന അതിവിശാലമായ ഈ കുളം
അഗസ്ത്യ മഹർഷിയുടെ ഹോമകുണ്ഡമായിരുന്നെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരിക്കൽ ക്ഷേത്രക്കുളം വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു ഭാഗത്ത് ഹോമകുണ്ഡത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇതിൻ്റെ തെളിവായി കണക്കാക്കപ്പെടുന്നു. ഈ കുളം 2017 പുനരുദ്ധരിച്ചത്. ഇവിടെയാണ് ആർത്തവ, ഗർഭപാത്ര, ഉദരസംബന്ധമായ രോഗദുരിതങ്ങൾ കൊണ്ട് വലയുന്നവർ മീനൂട്ട് നടത്തുന്നത്. മീനൂട്ട് വഴിപാടായി നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ചെങ്ങന്നൂർ ക്ഷേത്രം. മതിലകം. കിഴക്കേ ഗോപുരത്തിലൂടെ അകത്തു കടന്നാൽ ആദ്യം ആനക്കൊട്ടിലെത്തുന്നു. സാമാന്യം വലിപ്പമുള്ള ആനക്കൊട്ടിലാണിത്. 5 ആനകളെ എഴുന്നള്ളിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഭജന, നാമജപം തുടങ്ങിയവ നടത്തുന്നതും ഇവിടെയാണ്. ആനക്കൊട്ടിലിനപ്പുറമാണ് കത്തിനശിച്ച കൂത്തമ്പലത്തിൻ്റെ തറ സ്ഥിതി ചെയ്യുന്നത്. ഈ തറയിൽ ഭഗവദോഹനമായി നന്ദിയുടെ ചെറിയൊരു ശിലാവിഗ്രഹമുണ്ട്. ഭക്തർ നന്ദിയുടെ ചെവിയിൽ ആഗ്രഹങ്ങൾ പറയുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. ഇതിനപ്പുറത്താണ് നന്ദിയെ ശിരസിലേറ്റുന്ന ഉത്തുംഗമായ സ്വർണ്ണക്കൊടിമരമുള്ളത്. ഏകദേശം 100 അടി ഉയരം വരുന്ന ഈ കൊടിമരം ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. കൊടിമരത്തിനപ്പുറം ബലിക്കൽപുരയാണ്. ക്ഷേത്രത്തിലെ വലിയ ബലിക്കല്ല് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. മഹാദേവന്റെ പ്രധാന സൈന്യാധിപനായ ഹരസേനയാണ് ഇവിടെ വലിയ ബലിക്കല്ല് പ്രതിനിധീകരിക്കുന്നത്. അസാമാന്യ വലിപ്പമുള്ള ബലിക്കല്ലാണിവിടെ. അതിനാൽ പുറത്തുനിന്ന് നോക്കിയാൽ ശിവലിംഗം കാണാൻ കഴിയില്ല. ശിവേലി സമയത്ത് വലിയ ബലിക്കല്ലിലാണ് അവസാനം ബലി തൂകുന്നത്. ഏണി ചാരി നിന്നാണ് ബലി തൂകുന്നത്. അതിമനോഹരമായ ശില്പകലാ വൈദഗ്ധ്യത്തിൻ്റെ മകുടോദാഹരണമാണ് ഈ വലിയ ബലിക്കല്ല്. ഇതിൽ പലയിടത്തായി ചില ദേവതാരൂപങ്ങൾ കാണാം. ഇതിൻ്റെ ചുവട്ടിൽ വേറെയും ചില ബലിക്കല്ലുകൾ കാണാം. ശിവന്റെ ചെറു സൈന്യാധിപരാണ് ഇവിടെ. കിഴക്ക് ഭൗതികൻ, തെക്ക് കിഴക്ക് ദുർവരീക്ഷൻ, തെക്ക് ഭീമരൂമൻ, തെക്ക് പടിഞ്ഞാറ് സുലോചനൻ, പടിഞ്ഞാറ് സുമുഖൻ, വടക്ക് പടിഞ്ഞാറ് മഹാബാഹു, വടക്ക് ത്രിശിരസ്, വടക്കിഴക്ക് ത്രിഭുജൻ എന്നിവരാണ് അവർ. ക്ഷേത്രത്തിലെ പുറത്തെ ബലിവട്ടത്തിലെ ബലിക്കല്ലുകൾ ഈ ദേവതകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ശിവേലി സമയത്ത് ഈ ബലിക്കല്ലുകളിൽ ബലി തൂകുന്നു. കൂടാതെ തെക്കു പടിഞ്ഞാറായി പിങ്കളൻ എന്ന മറ്റൊരു സൈന്യാധിപനും ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ബലിക്കല്ലിൽ പ്രതിനിധീകരിക്കാറില്ല. എന്നാൽ തെക്കു പടിഞ്ഞാറ് അദ്ദേഹത്തെ സങ്കല്പിച്ചും ബലി തൂകും. ഏകദേശം 10 ഏക്കർ വിസ്തീർണം വരുന്ന അതിവിശാലമായ മതിലകമാണ് ചെങ്ങന്നൂർ ക്ഷേത്ര മതിലകം. നിരവധി മരങ്ങൾ ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തായി തഴച്ചു വളരുന്നുണ്ട്. തെക്കു പടിഞ്ഞാറേ മൂലയിൽ ഭക്തജനങ്ങൾ ചേർന്ന് നക്ഷത്രവനം ഒരുക്കിയിട്ടുണ്ട്. ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങൾക്കും മൃഗം, പക്ഷി, വൃക്ഷം എന്നിവ പറയുന്നുണ്ട്. 27 നക്ഷത്രങ്ങളുടെ വൃക്ഷങ്ങളും ഇവിടെ തഴച്ചു വളരുന്നു. അവ ക്ഷേത്രത്തിന് ഒരു ആകർഷണം നൽകുന്നു. നക്ഷത്ര വൃക്ഷങ്ങൾക്ക് നിത്യവും പൂജകളും ഉണ്ട്. തെക്കു പടിഞ്ഞാറ് ഭാഗത്തെ ചെറിയൊരു ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ധർമ്മശാസ്താവ് വാഴുന്നു. ശബരിമലയിലേതുപോലെ തന്നെയാണ് ഇവിടെയും വിഗ്രഹം. എന്നാൽ ഇവിടെ ശിലാവിഗ്രഹമാണ്. 1.5 അടി ഉയരം വരുന്ന ഈ ശ്രീകോവിലിൻ്റെ മുന്നിലാണ് ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതുമെല്ലാം. ശബരിമലയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ചെങ്ങന്നൂരിൽ അതുകൊണ്ട് തന്നെ മണ്ഡലകാലത്ത് ധാരാളം ഭക്തർ ദർശനത്തിനെത്താറുണ്ട്. ശബരിമല യാത്രയിലെ പ്രധാന ഇടത്താവളങ്ങളിൽ ഒന്നുകൂടിയാണ് ചെങ്ങന്നൂർ ക്ഷേത്രം. ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് അല്പം വടക്കുമാറി മറ്റൊരു ചെറിയ ശ്രീകോവിൽ കാണാം. ഇവിടെയും ശിവപ്രതിഷ്ഠയാണ്. നീലഗ്രീവൻ എന്നാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. പാലാഴി മദനത്തിനിടയിൽ പൊന്തിവന്ന കാളകൂട വിഷം പാനം ചെയ്ത ശേഷമുള്ള നീലകണ്ഠൻ്റെ ഭാവത്തിലാണ് ഈ പ്രതിഷ്ഠ. 2 അടി ഉയരമുള്ള ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠ. സാധാരണ ശിവക്ഷേത്രങ്ങളിലേതുപോലെ ഇവിടെയും അർത്ഥപ്രദക്ഷിണമേ വിധിച്ചിട്ടുള്ളൂ. സർവ്വദോഷങ്ങളെയും ഈ നീലകണ്ഠൻ ശമിപ്പിക്കുമെന്നാണ് വിശ്വാസം. ദേവി സാന്നിധ്യത്തോടു കൂടിയ പടിഞ്ഞാറേ നടയിലും വലിയ ആനക്കൊട്ടിൽ കാണാം. കിഴക്കേ നടയിൽ ഇതുമായി നോക്കുമ്പോൾ അല്പം വലിപ്പം കുറവാണെങ്കിലും പ്രധാനപ്പെട്ട പല ചടങ്ങുകളും ദേവിക്ക് മുന്നിലാണ് നടത്താറുള്ളത്. ചോറൂണ്, വിവാഹം, തുലാഭാരം തുടങ്ങിയവ അതിൽപ്പെടുന്നു. വടക്കു പടിഞ്ഞാറേ മൂലയിൽ ഒരു ആൽത്തറയിൽ നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയുണ്ട്. നാഗരാജാവായി വാസുകിയും കൂടെ നാഗയക്ഷിയും പരിവാരങ്ങളും അടങ്ങുന്ന പ്രതിഷ്ഠയാണിത്. എല്ലാ മാസവും ആയില്യനാളിൽ വിശേഷാൽ പൂജകളും കന്നിമാസത്തിലെ ആയില്യത്തിന് സർപ്പബലിയും ഇവിടെ വിശേഷമാണ്. ഇവിടെ നിന്ന് അല്പം മാറിയാണ് ശിവന്റെ മറ്റൊരു ഭാവമായ സ്ഥലീശന്റെ ശ്രീകോവിൽ. സ്ഥലീശനെ തൊഴുന്ന ഭക്തർ അവിടെ നിന്ന് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് തളിപ്പറമ്പ് രാജരാജേശ്വരനെ വന്ദിക്കുന്നു. തുടർന്ന് പ്രദക്ഷിണം തുടരുമ്പോൾ സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിൽ കാണാം. താരതമ്യേന അടുത്ത കാലത്താണ് ഇവിടെ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചത്. എങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഈ ക്ഷേത്രം ശ്രദ്ധേയമായിട്ടുണ്ട്. ദേവസേനാപതിയും ശിവപുത്രനുമായ സുബ്രഹ്മണ്യൻ കിഴക്കോട്ട് ദർശനമായി വാഴുന്നു. വലതുകൈ കൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്ന സുബ്രഹ്മണ്യൻ ഇടതുകൈ ചുമലിൽ കൊത്തിവെച്ചിരിക്കുന്നു. വലതു ചുമലിൽ വേലുണ്ട്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് അല്പം മാറിയാണ് ക്ഷേത്രത്തിലെ വടക്കേ ഗോപുരം.
വളരെ ചെറിയൊരു ഗോപുരമാണിത്. ഏറെക്കാലം തകർന്നു കിടന്ന ഈ ഗോപുരം 2017 പുനരുദ്ധരിച്ചത്. വടക്കേ ഗോപുരത്തിൻ്റെ കിഴക്കുഭാഗത്തെ ഊട്ടുപുര സാമാന്യം വലിപ്പമുള്ള ഊട്ടുപുരയാണിത്. വിശേഷ ദിവസങ്ങളിൽ ഇവിടെ അന്നദാനം നടത്തിവരാറുണ്ട്. ശ്രീകോവിൽ ഭീമാകാരമായ വട്ടശ്രീകോവിലാണ് ഇവിടത്തേത്. കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിന് ഒരു നിലയേ ഉള്ളൂ. അത് ചെമ്പ് മേഞ്ഞിട്ടുണ്ട്. മുകളിൽ സ്വർണ്ണത്താഴികക്കുടമുണ്ട്. 150 അടിയോളം ചുറ്റളവുണ്ട് ഈ ശ്രീകോവിലിന്. ഇതിൽ കിഴക്കോട്ട് ദർശനമായി ശിവന്റെ സ്വയംഭൂലിംഗവും തൊട്ടപ്പുറത്ത് പടിഞ്ഞാട്ട് ദർശനമായി ദേവീ പ്രതിഷ്ഠയുമാണ്. ശിവന്റെ ഗർഭഗൃഹം 3 മുറികൾക്കുള്ളിലാണ്. ആദ്യത്തെ മുറി ശ്രീകോവിലിൽ പ്രവേശനാനുവദിച്ചിട്ടുള്ള മൂത്തതുപോലുള്ള പരിചാരകർക്കാണ്. മറ്റു 2ഇടത്തും ശാന്തിക്കാർ മാത്രമേ കയറാവൂ. 3 മുറികൾക്കും നല്ല വലിപ്പമുണ്ട്. ശിവലിംഗത്തിന് ഏകദേശം 3 അടി ഉയരം കാണും. സ്വയംഭൂലിംഗമായതിനാൽ ചെത്തിമിനുക്കുകളൊന്നും നടന്നിട്ടില്ല. ദേവീ പ്രതിഷ്ഠ പഞ്ചലോഹ നിർമ്മിതമാണ്. 3 അടി ഉയരം വരും. നിൽക്കുന്ന രൂപത്തിലാണ് വിഗ്രഹം. 2 കൈകളേ ഉള്ളൂ. അവയിൽ വരദാഭയമുദ്രകൾ ധരിച്ചിരിക്കുന്നു. 2ഇടത്തും ഒരേ മേൽശാന്തി തന്നെയാണ് പൂജ നടത്തുന്നത്. ഈ ശ്രീകോവിൽ പെരുന്തച്ഛൻ നിർമ്മിച്ചതാണ് എന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തിൽ നടന്ന അഗ്നിബാധയിൽ നശിക്കാതെ അവശേഷിച്ചത് ഈ ശ്രീകോവിൽ മാത്രമാണ്. ശ്രീകോവിലിൽ ചളിയിട്ട് നിറച്ചുകൊണ്ടാണത്രേ ഇത്. ശ്രീകോവിലിൻ്റെ പുറംചുവരുകൾ ദാരുശില്പങ്ങളാൽ അലങ്കൃതമാണ്. ശിവകഥകൾ, ശ്രീകൃഷ്ണലീല, ദശാവതാരം തുടങ്ങിയവ അവയിൽ പ്രധാനമാണ്. തെക്കേ നടയിലെ ത്വരത്തിൽ തെക്കോട്ട് ദർശനമായി ശിവസ്വരൂപമായ ദക്ഷിണാമൂർത്തിയുടെയും ഗണപതിയുടെയും പ്രതിഷ്ഠകളുണ്ട്. താരതമ്യേന ചെറിയവയാണ് 2 പ്രതിഷ്ഠകളും. വടക്കുവശത്ത് വ്യാളിമുഖത്തോടെ മനോഹരമാക്കിയ ഓവ് നിർമ്മിച്ചിരിക്കുന്നു. ശിവക്ഷേത്രമായതിനാൽ ഓവിനപ്പുറം പ്രദക്ഷിണം പാടില്ല. 4 അമ്പലം ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി 4 അമ്പലം പണിതിരിക്കുന്നു. അതിവിശാലമാണ് ഇവിടത്തെ 4 അമ്പലം. 4 അമ്പലത്തിനകത്തേക്കുള്ള പ്രവേശന കവാടത്തിന് ഇരുവശവുമായി വാതിൽമാടങ്ങൾ കാണാം. തെക്കേ വാതിൽമാടത്തിലാണ് ഹോമങ്ങൾ നടക്കുന്നത്. വടക്കേ വാതിൽമാടം വാദ്യമേളങ്ങൾക്കും നാമജപത്തിനും വിശ്രമത്തിനുമായി ഉപയോഗിക്കുന്നു. വടക്കേ വാതിൽമാടത്തിൽ ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, തിമില തുടങ്ങിയ വാദ്യങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. തെക്കുകിഴക്കേ മൂലയിൽ പതിവ് പോലെ തിടപ്പള്ളി പണിതിട്ടുണ്ട്. നിവേദ്യ സമയത്ത് ഇവിടെ നിന്ന് അപ്പത്തിൻ്റെയും പായസത്തിൻ്റെയും മണമടിക്കുന്നത് പതിവാണ്. വടക്കു പടിഞ്ഞാറ് ഭാഗത്തെ ഒരു മുറിയിൽ ശിവഭൃത്യനായ ചണ്ഡികേശ്വരൻ്റെ പ്രതിഷ്ഠയുണ്ട്. ഇതിനടുത്തുള്ള ഒരു മുറിയിലാണ് തൃപ്പൂത്തുകാലത്ത് ദേവി പൂജ നടക്കുന്നത്. വടക്കുകിഴക്കേ മൂലയിൽ കിണർ പണിതിട്ടുണ്ട്. അഭിഷേകത്തിനും നിവേദ്യത്തിനുമുള്ള ജലം ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ശ്രീകോവിലിന് ചുറ്റുമായി അകത്തെ ബലിവട്ടം പണിതിരിക്കുന്നു. അഷ്ടദിക്പാലകർ കിഴക്ക് ഇന്ദ്രൻ, തെക്കുകിഴക്ക് അഗ്നി, തെക്ക് യമൻ, തെക്ക് പടിഞ്ഞാറ് നിര്യതി, പടിഞ്ഞാറ് വരുണൻ, വടക്ക് പടിഞ്ഞാറ് വായു, വടക്ക് കുബേരൻ, ചന്ദ്രൻ, വടക്ക് കിഴക്ക് ഈശാനൻ, സപ്തമാതൃക്കൾ. തെക്കുഭാഗത്ത് ഒറ്റക്കല്ലിൽ കിടക്കുന്നത് പടിഞ്ഞാറോട്ട് ബ്രാഹ്മി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി എന്നീ ക്രമത്തിൽ. വീരഭദ്രൻ സപ്തമാതൃക്കൾക്കൊപ്പം കിഴക്കുഭാഗത്ത്, ഗണപതി സപ്തമാതൃക്കൾക്കൊപ്പം പടിഞ്ഞാറ് ഭാഗത്ത്, ബ്രഹ്മാവ് വടക്കു കിഴക്കിനും തെക്കിഴക്കിനുമിടയിൽ, അനന്തൻ തെക്ക് പടിഞ്ഞാറിനും പടിഞ്ഞാറിനുമിടയിൽ, ശാസ്താവ് തെക്കിനും തെക്ക് പടിഞ്ഞാറിനുമിടയിൽ, ദുർഗ പടിഞ്ഞാറിനും വടക്ക് പടിഞ്ഞാറിനുമിടയിൽ, സുബ്രഹ്മണ്യൻ വടക്ക് പടിഞ്ഞാറിനും വടക്കിനുമിടയിൽ, നിർമാല്യധാരി വടക്കിനും വടക്കിഴക്കിനുമിടയിൽ. ശിവലിംഗ രൂപത്തിൽ ഇവിടെ ചണ്ഡികേശ്വരൻ എന്നിവരെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകൾ ഇവിടെ കാണാം. ശിവേലി സമയത്ത് ഇവയിൽ ബലി തൂകുന്നു. ബലിക്കല്ലുകൾ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ വികാരഭേദങ്ങളാണെന്ന് വിശ്വാസം. തന്മൂലം അവയിൽ ചവിട്ടുന്നതും തൊട്ട് തലയിൽ വയ്ക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. നമസ്കാര മണ്ഡപങ്ങൾ. 4 അമ്പലത്തിനകത്ത് ശിവന്റെ നടയിലും ഭഗവതിയുടെ നടയിലും നമസ്കാര മണ്ഡപങ്ങൾ കാണാം. 2ഉം ചതുരാകൃതിയിൽ പണി കഴിപ്പിച്ചതും ചെമ്പുമേഞ്ഞ മേൽക്കൂരയോട് കൂടിയതുമാണ്. ഇവയിൽ കിഴക്കേ നടയിലെ നമസ്കാര മണ്ഡപമാണ് വലുത്. അസാമാന്യ വലിപ്പമുള്ള ഈ മണ്ഡപത്തിൽ ഏകദേശം 20-ലധികം തൂണുകൾ കാണാം. ഇവയിലെല്ലാം ശില്പരൂപങ്ങൾ ദൃശ്യവിസ്മയം തീർക്കുന്നു. മണ്ഡപത്തിൻ്റെ മച്ചിൽ ബ്രഹ്മാവിൻ്റെയും അഷ്ടദിക്പാലകരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. മണ്ഡപത്തിൻ്റെ കിഴക്കേറ്റത്ത് ഭഗവദ്വാഹനമായ നന്ദിയുടെ ഒരു ശില്പമുണ്ട്. ഏകദേശം 1001 കലശം വരെ വെച്ച് പൂജിക്കാനുള്ള സൗകര്യം ഇവിടെ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. അത്രയും വലുതാണ് ഈ മണ്ഡപം. എന്നാൽ പടിഞ്ഞാറ് നടയിലെ മണ്ഡപം ചെറുതും ശില്പകല നിർമ്മിതികൾ ഇല്ലാത്തതുമാകുന്നു. പ്രധാന പ്രതിഷ്ഠ. തൃച്ചെങ്ങന്നൂരപ്പൻ. ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള ചുരുക്കം ചില ശിവക്ഷേത്രങ്ങളൊന്നാണ് ഇവിടത്തേത്. എന്നാൽ രൗദ്രതയാർന്ന മഹാകാലനാണ് പ്രതിഷ്ഠ. ഭക്തരെ അനുഗ്രഹിക്കുമ്പോഴും ഭഗവാന്റെ കണ്ണുകൾ നിറയെ രൗദ്രത നിഴലിക്കുന്നുവെന്നാണ് വിശ്വാസം. മഹാദേവന്റെ ഈ രൗദ്രതയാണത്രേ ഒരിക്കൽ ക്ഷേത്രം മുഴുവനായും കത്തിച്ചു കളയാൻ ഇടയാക്കിയത്.
3 അടി ഉയരം വരുന്ന സ്വയംഭൂവായ ശിവലിംഗത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് തൃച്ചെങ്ങന്നൂരപ്പൻ്റെ പ്രതിഷ്ഠ. സ്വയംഭൂലിംഗമായതിനാൽ ഇവിടെ ചെത്തിമിനുക്കുകളൊന്നും നടത്തിയിട്ടില്ലെന്ന് മാത്രവുമല്ല, പീഠം ശിവലിംഗത്തിലേക്ക് ഇറക്കി പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് വ്യക്തമാണ്. ധാര, ചതുശതം, അപ്പം, അട, ഉമാമഹേശ്വര പൂജ എന്നിവയാണ് തൃച്ചെങ്ങന്നൂരപ്പൻ്റെ പ്രധാന വഴിപാടുകൾ. തൃച്ചെങ്ങന്നൂരമ്മ ഭഗവതി പശ്ചിമദിക്കിലേക്ക് ദർശനമരുളി പ്രധാന ശ്രീകോവിലിൽ തന്നെ ഭഗവാന് പുറകിലായി ജഗദീശ്വരിയായ ആദിപരാശക്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശ്രീ പാർവതി എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ശിവനെ വിവാഹം കഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന സ്വയംവര പാർവതിയായും ദക്ഷപുത്രിയായ സതിയായും ആദിപരാശക്തിയായ മഹാകാളിയായും സങ്കല്പമുണ്ട്. ഭഗവതിയുടെ നടയിൽ 3 പൂജയാണുള്ളത്: ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ. ഭഗവതി ശിവസാന്നിധ്യത്തിൽ ഇരിക്കുന്നതിനാൽ സർവമംഗളകാരിണിയും മംഗല്യവരദായിനിയുമാണ്. ചെങ്ങന്നൂരമ്മയ്ക്ക് പട്ടും താലിയും ചാർത്തുന്നതും മഞ്ഞൾപ്പൊടി കൊണ്ട് അഭിഷേകം നടത്തുന്നതും മീനൂട്ട് നടത്തുന്നതും അതിവിശേഷമാണ്. എങ്കിലും തൃപ്പൂത്തുകാലത്ത് 12 ദിവസങ്ങളിൽ മാത്രം നടത്തപ്പെടുന്ന ഹരിദ്ര പുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട്. ഇത് മറ്റൊരു ക്ഷേത്രത്തിലും നടത്താത്ത വഴിപാടായതിനാൽ ഇതിനെ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടാറുണ്ട്. നെയ്പായസം, ലളിത സഹസ്രനാമാർച്ചന, കുങ്കുമാർച്ചന തുടങ്ങിയവയാണ് ദേവിയുടെ മറ്റു വഴിപാടുകൾ. വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, ഗർഭപാത്ര സംബന്ധമായ രോഗങ്ങൾ, ആർത്തവ പ്രശ്നങ്ങൾ തുടങ്ങിയവ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇവിടെ വഴിപാടുകൾ നടത്തി ദർശനം നടത്താറുണ്ട്. നിത്യപൂജകൾ. നിത്യേന 5 പൂജകളും 3 ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തിരുച്ചെന്നൂർ മഹാദേവ ക്ഷേത്രം. പുലർച്ചെ 3:30 നിയമവെടി, അതിനുശേഷം 7 തവണയുള്ള ശംഖുവിളിയും തവിൽ, നാദസ്വരം, ഇടുതുടി തുടങ്ങിയ വാദ്യങ്ങളും ഉപയോഗിച്ച് ഭഗവാനെയും ഭഗവതിയെയും പള്ളി ഉണർത്തി 4:30 നട തുറക്കുന്നു. പതിവ് പോലെ നിർമാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ്. ഇരുനടകളിലും അതിവിശേഷമായി നിർമാല്യ ദർശനം നടത്താറുണ്ട്. അതിനുശേഷം 5 മണിയോടെ അഭിഷേക ചടങ്ങുകളായി ആദ്യം നല്ലെണ്ണ കൊണ്ടും പിന്നീട് ജലം, വാകപ്പൊടി തുടങ്ങിയ ദ്രവ്യങ്ങൾ കൊണ്ടും വിഗ്രഹങ്ങളിലും അഭിഷേകം നടത്തുന്നു. ഇവയിൽ ജലം ആദ്യം ശംഖാഭിഷേകമായും പിന്നീട് കലശാഭിഷേകമായും നടത്തുന്നു. അഭിഷേകം കഴിഞ്ഞാൽ ആദ്യ നിവേദ്യങ്ങളായി മലർ, ശർക്കര, കദളിപ്പഴം എന്നിവ നിവേദിക്കുന്നു. മലർ നിവേദ്യം കഴിഞ്ഞാൽ നടയടച്ച് ഉഷപൂജ തുടങ്ങും. ആദ്യം ശിവനും പിന്നീട് പാർവതിക്കുമാണ് പൂജ നടത്തുക. ഈ പൂജ കഴിഞ്ഞാൽ സൂര്യോദയത്തോടെ എതിരേറ്റു പൂജയുണ്ട്. ഉദയസൂര്യൻ്റെ കിരണങ്ങളെ എതിരേൽക്കുന്ന പൂജ എന്നാണ് എതിരേറ്റു പൂജ അഥവാ എതിർത്ത പൂജ എന്നതിൻ്റെ അർത്ഥം. ഈ സമയത്ത് ക്ഷേത്രത്തിലെ ഉപദേവതകൾക്ക് വിശേഷാൽ പൂജകളും ഉണ്ടാവും. ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നതും ഈ സമയത്താണ്. എതിരേറ്റു പൂജ കഴിഞ്ഞ് രാവിലെ 7 മണിയോടെ ഉഷശിവേലി. തൻ്റെ ഭൂതഗണങ്ങൾക്ക് അന്നം നൽകുന്നത് ഭഗവാൻ കാണുന്നെന്ന സങ്കല്പത്തിലാണ് ശിവേലി നടത്തുന്നത്. ആദ്യം അകത്തൊരു പ്രദക്ഷിണവും പിന്നീട് പുറത്ത് വാദ്യമേളങ്ങളുടെ 3 പ്രദക്ഷിണവുമാണ് ശിവേലിക്കുണ്ടാവുക. അകത്തും പുറത്തുമുള്ള എല്ലാ ബലിക്കല്ലുകളിലും ബലി തൂകി അവസാനം വലിയ ബലിക്കല്ലിലും ബലി തൂക്കുന്നതോടെ ശിവേലി അവസാനിക്കുന്നു. ശിവേലി കഴിഞ്ഞാൽ ശിവന്റെ നടയിൽ ധാര തുടങ്ങും. ക്ഷേത്രക്കിണറ്റിൽ നിന്നെടുക്കുന്ന ജലം ഒരു പാത്രത്തിലൂടെ ശിവലിംഗത്തിൽ വീഴ്ത്തുന്നതാണ് ഈ ചടങ്ങ്. ധാര കഴിഞ്ഞാൽ 12 പൂജ തുടങ്ങും. നിഴലിന് 12 അടി നീളം വരുന്ന സമയത്തെ പൂജ എന്നാണ് 12 പൂജയുടെ അർത്ഥം. ഏകദേശം അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന 12 പൂജ കഴിഞ്ഞാൽ മൃത്യുഞ്ജയ ഹോമം തുടങ്ങും. മൃത്യുഞ്ജനായ രുദ്രായ എന്ന് തുടങ്ങുന്ന മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലി നടത്തുന്ന അതിവിശേഷപ്പെട്ട ഹോമമാണ് മൃത്യുഞ്ജയ ഹോമം. ഇത് കഴിഞ്ഞാൽ 10 മണിയോടെ നവകാഭിഷേകം നടക്കും. 9 വെള്ളിക്കുടങ്ങളിൽ ജലം നിറച്ചു വെച്ച് അവ കൊണ്ട് നടത്തുന്ന അഭിഷേകമാണ് നവകാഭിഷേകം. നിത്യേന ഈ ചടങ്ങ് നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. നവകാഭിഷേകം കഴിഞ്ഞാൽ 10:30 ഉച്ചപൂജ തുടങ്ങും. അതിവിശേഷപ്പെട്ട പൂജയാണിത്. ഏകദേശം അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ പൂജ ആദ്യം മഹാദേവനും പിന്നീട് ഭഗവതിക്കും നടത്തുന്നു. ഉച്ചപൂജ കഴിഞ്ഞ് 11 മണിയോടെ ഉച്ച ശിവേലിയും നടത്തി 11:30 നടയടയ്ക്കുന്നു. വൈകിട്ട് 5 മണിക്ക് വീണ്ടും നട തുറക്കുന്നു. ഈ സമയത്തും നിയമവെടി ഉണ്ടാകും. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം അനുസരിച്ച് ദീപാരാധന നടത്തുന്നു. ഭഗവാനും ദേവിക്കും കർപ്പൂരം കത്തിച്ച് ആരാധന നടത്തുന്നു. ഈ സമയത്താണ് പൂജകൾക്കുള്ള പോലെ ഈ സമയത്തും ആദ്യം ഭഗവാന് തന്നെയാണ് ദീപാരാധന ഉണ്ടാവുക, പിന്നീട് ദേവിക്കുണ്ടാകൂ. ഇതേ സമയത്ത് ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള എല്ലാ വിളക്കുകളും കൊളുത്തി വെച്ചിട്ടുണ്ടാകും. അതിമനോഹരമായ ഒരു കാഴ്ചയാണിത്. ദീപാരാധന കഴിഞ്ഞാൽ 7:30 അത്താഴ പൂജ ഉണ്ടാകും. ഈ സമയത്തും ആദ്യം ഭഗവാനും പിന്നീട് ദേവിക്കുമാണ് പൂജ നടത്തുക. തുടർന്ന് 7:45 അത്താഴ ശിവേലിക്കും നടത്തി രാത്രി 8 മണിക്ക് ക്ഷേത്രനട വീണ്ടും അടയ്ക്കുന്നതോടെ ഒരു ദിവസത്തെ ചടങ്ങുകൾ പൂർത്തിയാകുന്നു. ചെങ്ങന്നൂർ ക്ഷേത്രം ശിവപാർവതിമാർക്ക് തുല്യ പ്രാധാന്യം നൽകുന്ന ക്ഷേത്രമാണ്. വിശേഷ ദിവസങ്ങൾ: തിരുവുത്സവം, മഹാശിവരാത്രി, തൃപ്പൂത്താറാട്ട്,
എന്നിവയാണ് പ്രധാന ദിവസങ്ങൾ. ശിവന് പ്രാധാന്യമുള്ള എല്ലാ ആഴ്ചയിലെയും ഞായർ, തിങ്കൾ, പ്രദോഷം, ശനിയാഴ്ച എന്നിവയും ഭഗവതി പ്രധാനമായ ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി, നവരാത്രി ദിവസങ്ങൾ, തൃക്കാർത്തിക കൂടാതെ മലയാള മാസം 1-ാം തീയതി തുടങ്ങിയവ ദർശനത്തിന് പ്രധാന ദിവസങ്ങളാണ്. ദർശന സമയം രാവിലെ 4:30 AM മുതൽ ഉച്ചയ്ക്ക് 11 AM വരെ. വൈകുന്നേരം 5 PM മുതൽ രാത്രി 8 PM വരെയാണ് ദർശന സമയം.